ഇറങ്ങടി, ഇറങ്ങാനാ പറഞ്ഞത്. നീ രക്ഷപ്പെട്ടെന്ന് കരുതണ്ട. ഇപ്പൊ ഞാൻ എങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെ നിന്നെ ഞാൻ നിർത്തും. എന്തിനാണെന്നോ ഒച്ചയ്ക്ക് കത്തിക്കാൻ. അതിൽ തീരണം മാണിക്കോത്ത ഇളമുറ തമ്പുരാൻ. ഇവിടെ നിന്നുകൊണ്ട് ഇനി എനിക്കതിന് കഴിയും തോന്നുന്നില്ല. ഞാൻ ഇനി ഇവിടെ നിന്നാ എന്നെ ശിവൻ കൊന്നുകളയും. അത്രയേറെ പക അവനിപ്പോ എന്നോടുണ്ട്. അതൊക്കെ സ്വാഭാവികമല്ലേ? കൂടിയതിനും വിഷമുള്ള പാമ്പുകളെ കൊല്ലാൻ പോകുമ്പോ ചില ഇരുത്തുള്ള കാരണവന്മാര് പറയും ഒറ്റയടിക്ക് കൊല്ലണമെന്ന്. ആ അടിക്കൻ ചത്തില്ലെങ്കിൽ രണ്ടാമത്തെ അടിയടിക്കാൻ നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ് അവൻ നമ്മളെ പണിതിരിക്കും. ഇതിപ്പോ മുറിവേറ്റ പാമ്പിനെ പോലാ ശിവന്റെ അവസ്ഥ. കൊല്ലാനായി അടിക്കുകയും ചെയ്തു, ആളൊട്ട് ചത്തതുമില്ല. തീർച്ചയായും അവനൊരു പണി നിനക്കും തരും. എന്നാ പിന്നെ ഇനി ഇവിടെ ഇരുന്നുള്ള സംസാരമൊന്നും വേണ്ട. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോവാം. എന്തിനാ ഇങ്ങനെ ധൃതി പിടിക്കുന്നേ? ശിവൻ വരുമെന്ന് ഓർത്തിട്ടാണോ? വരുന്നെങ്കിൽ വരട്ടെ. ഒന്ന് മുട്ടാനായിട്ട് ഞാനൊരു അവസരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. കൈയും കാലും ഒക്കെ നനക്കിട്ട് കുറച്ച് നാളായി. കയ്യും കാലും അനക്കഴിഞ്ഞ അവസരം കാത്തു നടക്കണ്ട. അവന്താ വന്നു. എടി അസത്തെ, എന്നെ ഈ നാട്ടിൽ നിന്ന് ഓടിക്കാനുള്ള സകല കഥകളും ഉണ്ടാക്കിയിട്ട് നീ രക്ഷപ്പെടാൻ നോക്കുന്നോ? ഇവളെ ഒരു പോറല് പോലും ഏൽപ്പിക്കാതെ വീട്ടിലേക്ക് കൊണ്ടുപോയില്ലാന്ന് ഞാൻ എന്റെ അമ്മച്ചിക്ക് വാക്ക് കൊടുത്തിട്ട് വന്നിരിക്കുന്നത്. അതിന്റെ കുണം ഞങ്ങൾ കാണിക്കും. നിന്റെയൊക്കെ തലയും കൊണ്ട് വീട്ടിലേക്ക് ചെന്ന് കയറുമെന്ന് അമ്മച്ചിക്ക് വാക്കൊന്നും കൊടുത്തിട്ടില്ലല്ലോ. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റും. നീ ആരാണ് ഈ ഭീഷണിപ്പെടുത്തുന്നേ? സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാൻ ഇടയ്ക്ക് ഒരു വർത്തമാനം പറയുന്നേ. ഇത്രയൊക്കെ ചെയ്തിട്ടും നിനക്ക് മതിയായില്ലല്ലേ? അതിനായിരിക്കും ഇവന്മാരെ രണ്ടിനെയും കൂടെ വിളിച്ചു വരുത്തിയത്. എന്തായാലും ഇതും കേസാവും. എന്നാ പിന്നെ നിന്നെ അങ്ങ് തീർത്തിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് അനുഭവിക്കാം. ശിവ, ഇത് മണ്ണെണ്ണയാ. ഇവരാരെങ്കിലും നീ തൊട്ടാ പ്രേരണ കുറ്റത്തിന് നിന്നെ ഞാൻ അകത്താക്കും. ഡെയ്സി, ആരും അടുക്കരുത്. വാ വാ ശിവ, വന്നെന്നെ തടയേ. വാ, ഞാനേ മരിക്കാൻ പോവാ. നീ വന്നിട്ട് തടയടാ. വാ. ഇവളെ പോലുള്ള ഭ്രാന്തികളെന്നും എന്റെ വീട്ടിൽ നിർത്താൻ പറ്റില്ല. അടിച്ചിറക്കി വിടിച്ചുവാവളെ.
ഇറങ്ങടി, ഇറങ്ങാനാ പറഞ്ഞത്. നീ രക്ഷപ്പെട്ടെന്ന് കരുതണ്ട. ഇപ്പൊ ഞാൻ എങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെ നിന്നെ ഞാൻ നിർത്തും. എന്തിനാണെന്നോ ഒച്ചയ്ക്ക് കത്തിക്കാൻ. ഇതെന്ത് പറ്റി? ഇന്ന് നിങ്ങൾ നേരത്തെ വിട്ടോ? അത് പിന്നെ അമ്മേ, ഇന്ന് ഞങ്ങളുടെ കൂടെ പഠിക്കുന്ന ദീപകിന്റെ ചേച്ചി മരിച്ചു. ഓ, അതാണോ? ചേച്ചി മരിക്കുകയും ചെയ്തു, അവന്റെ അച്ഛന് അപകടം പറ്റുകയും ചെയ്തു. അപകടോ? അതെ മാഡം. മാഡം വരുമ്പോ അവരുടെ കാര്യം പറയണമെന്ന് കരുതിയിരിക്കുമായിരുന്നു. ഈ പറയുന്ന ദീപകിന്റെ അച്ഛൻ സുഖമില്ലാതിരിക്കുന്ന ആളാ. അമ്മ വീട്ടുജോലിക്കും കുട്ടികളെ നോക്കാൻ പോയൊക്കെയാ അവര് ജീവിക്കുന്നത്. വീടിന്റെ അവസ്ഥയൊക്കെ വലിയ പ്രശ്നമാ. ഈ മൂത്ത കുട്ടിയും അച്ഛനും ഒക്കെ ഇരുന്ന സ്ഥലത്തേക്ക് വീടിന്റെ ഉത്തരം വന്ന് വീഴുകയായിരുന്നു. മൂത്ത കുട്ടി അപ്പ തന്നെ മരിച്ചു. അച്ഛൻ ഹോസ്പിറ്റലിലുമാണ്. ഇളയ കുട്ടി അമ്മയുടെ ഒപ്പം ആയതുകൊണ്ട് മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. പക്ഷെ ആ വീടിന്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ അപകടം ഇനിയും ഉണ്ടാകും. നമുക്കൊന്ന് ദീപകിന്റെ വീട്ടിൽ പോവാ അമ്മേ. പാവ അമ്മേ ദീപക്, നമ്മള് അവിടെ ചെല്ലുന്നത് അവനൊരു ആശ്വാസമായിരിക്കും. എങ്കിൽ മാഡം ഒന്ന് ചെല്ലൂ. ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാലും ഇനി ഒരു അപകടം ഉണ്ടാകാത്ത രീതിയിൽ എന്തെങ്കിലും മാഡത്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതവർക്ക് വലിയൊരു ആശ്വാസമായേനെ. ശരി, പോവാം. ദാരിദ്ര്യ അവസ്ഥയാണ് മാഡം. എന്നാൽ ഈ ദീപക് എന്ന് പറയുന്ന കുട്ടിയുടെ പഠനത്തിൽ അവൻ അതൊന്നും കാണിക്കത്തേയില്ല. ഞങ്ങൾ സ്കൂൾ മാനേജ്മെന്റും കുട്ടികളിൽ നിന്നും ചെറിയ പിരിവുകളും ഒക്കെ നടത്തിയിരുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ലല്ലോ. സർക്കാർ തലത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോന്ന് മാഡം ഒന്ന് നോക്കണം. ഇതെന്റെ പേഴ്സണൽ റിക്വസ്റ്റാ. ഞാൻ എന്തായാലും അവിടം വരെ ഒന്ന് പോവാം. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സഹായിക്കുകയും ചെയ്യാം. ശരി മാഡം. ഒന്ന് നിർത്തണേ. ഒരുപാട് തവണ എനിക്ക് ഈ കുഞ്ഞിനെ വേണ്ട, എനിക്ക് ഈ കുഞ്ഞിനെ പ്രസവിക്കണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ രാജീവേട്ടനോടുള്ള വാശിക്ക് ഞാൻ പറഞ്ഞതാ. പക്ഷെ ഇപ്പൊ പറഞ്ഞു പോയ കാര്യങ്ങൾ മനസ്സിലേക്ക് ഓടി വരിക. എനിക്ക് ഈ കുഞ്ഞിനെ വേണം ശ്യാമ. എന്നെ അമ്മയെന്ന് വിളിക്കാൻ ഈ ഭൂമിയിൽ ഒരു അവകാശി വേണം.